ഹായ്, നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ അരമണിക്കൂർ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. ഇന്നലെ ഹാഫ് ആൻ അവർ ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വലിയ ക്ഷീണം ഉണ്ടാവില്ല. ഫസ്റ്റ് ഡേ 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ 30 മിനിറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഹാഫ് ആൻ അവർ ഫിനിഷ്. ശേഷം നമ്മുടെ ഫുൾ ബോഡി വർക്കൗട്ട്സ് ആണ്. പുള്ളപ്സ്, പുഷപ്സ്, ക്രഞ്ചസ്, സ്കോട്ട് എല്ലാം മാക്സിമത്തിന് 3 സെറ്റാണ്. ബട്ട് എനിക്ക് പുള്ളപ്സ് ഫസ്റ്റ് സെറ്റ് 25 പോയുള്ളൂ. 25 ആണ് മാക്സിമം. ദെൻ പുഷപ്സ് 100 നമ്മൾ ചെയ്യാതിരുന്നതുകൊണ്ടാണ് 100 അടിക്കാൻ ഇത്തിരി പാട് കിട്ടും. പക്ഷേ 100 നമ്മൾ നിർത്തി. 100 വരെ പറ്റുള്ളൂ. ശേഷം ഫ്രീ സ്കോട്ട് ചെയ്ത് 50 വരെ നമുക്ക് പറ്റുള്ളൂ. പുള്ളപ്സ് അടുത്ത സെറ്റ് 20 വരെ പോയുള്ളൂ. ശേഷം ഹാഫ് ക്രഞ്ചസ് ആണ്. നമ്മൾ ഫുള്ള് ചെയ്ത നടുവിന് ഇതൊരു പിടുത്തം ഉണ്ടാവും. അതുകൊണ്ട് ഹാഫ് ചെയ്തോളൂ. ഹാഫ് 150 പോയി. സെക്കൻഡ് സെറ്റ് പുഷപ്സ് ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടു 100 അടിക്കാൻ വേണ്ടി. അത് 100 അടിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മൾ ചലഞ്ച് നിർത്തിയതിന് ശേഷം നമ്മുടെ ആ ഒരു മസിൽ എൻഡുറൻസ് കുറഞ്ഞിട്ടുണ്ട്. ശേഷം ഹാഫ് ക്രഞ്ചസ് രണ്ടാമത്തെ 130 ആയി. ദെൻ സ്കോട്ട് ചെയ്ത് 50 തന്നെ നമ്മൾ ചെയ്ത് വീണ്ടും. ദെൻ തേർഡ് സെറ്റ് പുള്ളപ്സ് ആണ്. തേർഡ് സെറ്റ് പുള്ളപ്സ് 20 നമ്മൾ നിർത്തി. ദെൻ ലാസ്റ്റ് സെറ്റ് പുഷപ്സ് ആണ്. അത് നമ്മൾ കഷ്ടപ്പെട്ട് 100 അടിച്ച്. ദെൻ ലാസ്റ്റ് സെറ്റ് സ്കോട്ടാണ്. സ്കോട്ട് നമ്മൾ 50 നമ്മൾ നിർത്തി. അടുത്ത നമ്മുടെ 1500 പഞ്ചസാണ്. അത് നമ്മൾ 3 സെറ്റായിട്ടാണ്. 500ൻ്റെ 3 സെറ്റായിട്ടാണ്. പഞ്ചസ് നമ്മുടെ 100 ഡേയ്സ് ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതേ ഒരു പവറോ അതേ ഫോമൊന്നും വരുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ കൺസിസ്റ്റൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നാലേ അതിനുള്ള റിസൾട്ട് കിട്ടും. ഞാൻ നമ്മുടെ ചലഞ്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടു. കാരണം ഇങ്ങോട്ട് വരുന്ന ടൈം ആയതുകൊണ്ടാണ്. നമ്മുടെ 500ൻ്റെ 3 സെറ്റാണ്. തേർഡ് സെറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് നല്ല ഫോമിലായി വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല ഫോമിലായിരിക്കുന്നത് പെട്ടെന്ന് ബ്രേക്ക് എടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴുള്ള വിഷമം നമ്മൾ താഴേന്ന് വീണ്ടും കയറി വരണം. അപ്പോൾ പറഞ്ഞതെന്ന് ഇത്രേ ഉള്ളൂ. നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, നല്ല റെസ്റ്റ് കൊടുക്കുക. എന്നാലേ നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. നമ്മുടെ 50 ഡേയ്സ് ചലഞ്ചിനകത്ത് കുറേ കൂട്ടുകാർ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരൊക്കെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, ഉറപ്പായിട്ടും അതിനുള്ള റിസൾട്ട് കിട്ടും. നമ്മുടെ ഫസ്റ്റ് ഡേ ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സാഹചര്യങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും നമ്മൾ വർക്കൗട്ട് ചെയ്യുക, നമ്മളെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാവരും സ്റ്റേ ഫിറ്റ്. 1 മന്തായിട്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫാറ്റ് കയറിയിട്ടുണ്ട്. 50 ഡേയ്സ് കഴിഞ്ഞ് ഒന്നുകൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ശേഷം കോഫി കുടിച്ചതിന് ശേഷം PT ക്ലൈൻറ്റ് ഉണ്ടായിരുന്നു, വർക്കിന് കയറി. അതിനുശേഷം നമ്മളെ ജിയാസ് ബ്രോ, റസീൻ ബ്രോ ഇവരെയൊക്കെ അവരെ കണ്ടേ സന്തോഷമുണ്ട്. നമ്മളൊത്തിരി നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവരുടെ നേരിട്ട് ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. ആക്ച്വലി ജിയാസ് ബ്രോ കുറച്ച് നാൾ ബോക്സിങ് ചെയ്തിരുന്നതായിരുന്നു. എന്തായാലും സന്തോഷമുണ്ട് ഇവരെയൊക്കെ നമ്മുടെ ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ പറ്റിയതിൽ. നമ്മുടെ 50 ഡേയ്സ് ചലഞ്ചിന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ.